ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്നൊരു കുഞ്ഞ് കഥയാണ് പറയാൻ പോകുന്നത്. എൻ്റെ ഭാവനയിൽ ഉണ്ടായ ചെറിയൊരു ആശയം അതിനെ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി നമ്മൾ എങ്ങനെ പൊരുത്തപ്പെടണം എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ കഥയിലൂടെ ഞാൻ വിവരിക്കുന്നു. നമ്മുടെ മഴത്തുള്ളിയെ കുറിച്ചിട്ടാണ് ഞാൻ വിവരിക്കുന്നത്. നമ്മുടെ മഴത്തുള്ളി, നമ്മൾ എല്ലാവരും മഴ ആസ്വദിക്കുന്നവരാണ്. അതിലെ ഓരോ തുള്ളികൾക്കുമുണ്ട് ഓരോ കഥ പറയാൻ. ആ കഥയിലെ ഒരു ചെറിയൊരു മഴത്തുള്ളിയുടെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മഴത്തുള്ളികൾ ജന്മമെടുക്കുന്നത് കടലിൻ്റെ ആഴങ്ങളിൽ നിന്നാണ്. കടലിൻ്റെ ആഴങ്ങളിൽ അവൾ അതീവ സന്തോഷവതിയായി അവിടെയുള്ള സാഹചര്യങ്ങളുമായി അവൾ സന്തോഷത്തോടെ അവിടെയുള്ള ജീവജാലങ്ങളുമായി കളിച്ച് രസിച്ച് അവൾ ബാല്യകാലം ആസ്വദിക്കുന്നു. തിരിച്ച് അവൾ അമ്മയുടെ അടുത്ത് നിന്നും യൗവനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവളെ അമ്മ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വിടുന്നു. ഭൂമിയിലെ സാഹചര്യങ്ങളും ഭൂമിയിലെ ഓരോ പ്രശ്നങ്ങളെയും അതിജീവിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ച് അവളെ കരുത്തരാക്കാൻ വേണ്ടി അമ്മ അവളെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് സൂര്യദേവൻ്റെ സഹായത്തോടെ പറഞ്ഞു വിടുകയാണ്. സൂര്യദേവൻ അവളെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും എങ്ങനെയാണ് ജീവിക്കുന്നത്, ഭൂമിയിലെ ഓരോ മനുഷ്യരും എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നേറുന്നത്, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ ഓരോരുത്തർക്കും ഏത് നിലയിലാണ്, ഓരോരുത്തരെയും കുറിച്ച് അവൾക്ക് പഠിച്ച് മനസ്സിലാക്കാനും ഭൂമിയിലെ അന്തരീക്ഷം, ചൂട്, അസഹനീയമായ പൊടിപടലങ്ങൾ, മലിനീകരണം തുടങ്ങിയവയെല്ലാം അവൾ നേരിടുന്ന ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിലൂടെ അവൾ എങ്ങനെ മുന്നേറുന്നു എന്ന് ആ സൂര്യദേവൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി അവൾക്ക് വേണ്ടുന്ന ശക്തി പകർന്ന് അവളെ തിരിച്ച് ആകാശത്തിലേക്ക് എത്തിക്കുന്നു. ആകാശത്തിൽ എത്തുമ്പോഴേക്കും അവൾ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കരുത്തുറ്റ ഒരു മഴത്തുള്ളിയായി മാറുകയാണ്. അവിടെ നിന്നും അവൾ ആകാശത്തിലെ അത്ഭുതങ്ങളും അവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെയും കണ്ട് തിരിച്ചവൾ വീണ്ടും ഭൂമിയിലേക്ക് മഴത്തുള്ളിയായി പതിച്ച് അവൾ വീണ്ടും അമ്മയുടെ മടിയിലേക്ക് പോകുന്നു. അപ്പോഴേക്കും അവൾ വളരെ കാഠിന്യമുള്ള വജ്രമായി മാറുന്നു. സ്വയം പ്രകാശിക്കുന്ന നല്ല കരുത്തുറ്റ, ആർക്കും അവളെ ഒന്നിനും തളർത്താൻ പറ്റാത്ത രീതിയിൽ അതികാഠിന്യമുള്ള ഒരു വസ്തുവായി സ്വയം പ്രകാശിക്കുക, മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് അവൾ എത്തിച്ചേരുന്നു. ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അവൾ ധാരാളം ജീവജാലങ്ങൾക്കും മരങ്ങൾക്കും വൃക്ഷങ്ങൾക്കുമെല്ലാം ജീവൻ നൽകിയിട്ടാണ് അവൾ തിരിച്ച് ഭൂമിയിൽ നിന്ന് കടലിൻ്റെ ആഴങ്ങളിലേക്ക് എത്തുന്നു. അതിനിടയിൽ അവൾ ധാരാളം സഹായങ്ങൾ ഓരോരുത്തർക്കും അവളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ ജീവജാലങ്ങൾക്കും നൽകി അവരെ പരിപോഷിപ്പിച്ചതിന് ശേഷമാണ് വീണ്ടും അവൾ ഒരു വജ്രമായി മാറി കടലിൻ്റെ ആഴങ്ങളിലേക്ക് എത്തുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജന്മം കൊണ്ട് നമ്മൾക്ക് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും കൂടി പ്രയോജനകരമാകുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മളെത്തുക, മറ്റുള്ളവരെ സഹായിക്കുക, എല്ലാവരോടും ഒരു കരുണയും ദയയുമുള്ളവരായി പെരുമാറുക. സാഹചര്യങ്ങൾ പലതുമായിരിക്കാം, പക്ഷേ എല്ലാ സാഹചര്യങ്ങളെയും ആത്മനിയന്ത്രണത്തോടെ സ്വയം നിയന്ത്രിച്ച് കരുത്തരായി ആത്മവിശ്വാസത്തോടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് വജ്രം എങ്ങനെയാണോ പ്രകാശിക്കുന്നത് അതുപോലെ ജീവിതത്തിൽ പ്രകാശമായി നന്മകൾ ചൊരിയുന്ന നല്ല മരങ്ങളായി നല്ല ഒരു മനുഷ്യജന്മമായി ഭൂമിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ തിരിച്ച് നമ്മൾ വന്ന ലോകത്തിലേക്ക് തിരിച്ച് പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരുപാട് കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ ആത്മനിയന്ത്രണത്തോടെ ചെയ്തു തീർക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവരും സ്വയം ഒരു വജ്രമായി മാറിയാൽ ഈ ഭൂമിയിൽ അസ്വസ്ഥതകളും അസഹിഷ്ണുതയും എല്ലാം മാറി എല്ലാവർക്കും സന്തോഷമായി ജീവിക്കാൻ ഈ ഭൂമിയിൽ അവസരമുണ്ടാകും. ഇത് എൻ്റെ ഒരു ചെറിയ ഭാവനയിൽ നിന്നുണ്ടായ ഒരു കഥയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സന്തോഷത്തോടെ എല്ലാവരും ഈ ഒരു ചെറിയൊരു
10-15 മിനിറ്റ് ഒന്ന് കേട്ട് നോക്കുകയാണെങ്കിൽ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്തുവാൻ സാധിക്കും. എല്ലാവർക്കും മംഗളം ഉണ്ടാകട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു.